Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മുട്ട കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഇഷ്ടമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് 2 ആയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മുട്ടയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കണം. എന്നാൽ ശരി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. പിന്നെ വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്. ഞാനിപ്പോൾ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി മാത്രം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത്, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. അപ്പോൾ ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർത്താലും മതിയാകും. അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത്രയും തിക്കായിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം നല്ല ചൂട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടിരിക്കണം ഓയിൽ, എന്നിട്ട് വേണം നമ്മൾ ഓരോ എഗ്ഗ് വിടാനായിട്ട്. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ സ്നാക്സ്. നമുക്കിത് വന്നിട്ട് പുതിന ചട്നിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബജ്ജിയാണ്. ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഒരു ഗോൾഡൻ കളറിൽ നിന്നും കുറച്ചുകൂടി ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് സ്നാക്സ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.